മെമ്പർഷിപ്പ് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ ഇതുവരെ രാവിലെ മുതൽ ഇവിടം വരെ യോഗത്തിലായിരുന്നു. യോഗം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുന്നു. നിങ്ങൾ പറയുന്നതാണ് എനിക്കിപ്പോൾ ഉള്ളൊരു അറിവ്. പാർട്ടി നിരന്തരം അവഹേളിക്കുന്നു. അങ്ങനെ ഒരു അവഹേളനം ജി സുധാകരന് അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുള്ള ഒരു സഖാവല്ല ജി സുധാകരൻ. നല്ല പക്വതയും കുറെ അനുഭവങ്ങളും ഒക്കെയുള്ള സഖാവാണ്. ആ നിലയിൽ അദ്ദേഹം അങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കങ്ങനെ തോന്നുന്നില്ല അദ്ദേഹം അങ്ങനെ ചിന്തിക്കും. അല്ല, അദ്ദേഹം അത് ഫേസ്ബുക്ക് കുറിപ്പിട്ടു. അതായത് സംസ്ഥാന സെക്രട്ടറി പരിഗണിക്കുന്നില്ല എന്ന് പറയുന്നതിനപ്പുറം ചിരിച്ചു എന്നതൊക്കെ, അവഹേളിച്ച് ഇൻസൾട്ട് ചെയ്ത് ചിരിച്ചു എന്നതൊക്കെയാണ്. എനിക്ക് അദ്ദേഹം അങ്ങനെ പറയും തോന്നുന്നില്ല. അതിന്റെ സാധ്യതകളൊന്നുമില്ല. അദ്ദേഹത്തെ പാർട്ടി എല്ലാ തരത്തിലും പരിഗണിച്ചിട്ടുണ്ടോ? പിന്നെന്താ, അദ്ദേഹം ഞങ്ങളൊക്കെ ഒന്നിച്ച് വിദ്യാർത്ഥി കാലഘട്ടം മുതൽ ഒന്നിച്ച് വന്നവരാണ്. യൂത്തിൽ ഞാൻ സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ അദ്ദേഹം എൻ്റെ കമ്മിറ്റിയിലെ വൈസ് പ്രസിഡൻ്റായിരുന്നു. അങ്ങനെയൊക്കെ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾക്ക് ഒരുപാട് കാലത്ത് അനുഭവങ്ങളുണ്ട്. ഇങ്ങനെയൊന്നും ചിന്തിക്കുന്ന സഖാവായിരിക്കില്ല അദ്ദേഹം. പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞ് പരിഹരിക്കുമോ? ഈ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഈ നാടിനെ ശക്തിപ്പെടുത്തുന്ന, ജനകീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയാണ് CPIM. ഏത് പാർട്ടിയിൽപ്പെട്ടവരുടെ പ്രശ്നങ്ങളാകട്ടെ, അവരുടെ കുടുംബപരമായ പ്രശ്നങ്ങൾ, നാടിൻ്റെ പ്രശ്നങ്ങൾ, വികസന പ്രശ്നങ്ങൾ എല്ലാം വന്നെത്തുന്നത് ഒറ്റ പാർട്ടിയുടെ മുമ്പാകെയാണ്. നിങ്ങൾ ജനങ്ങൾ ഏതെങ്കിലും കോൺഗ്രസ് ഓഫീസിൽ പോയി പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ? ഒരു നാട്ടിലൊരു ഇലക്ട്രിക് ലൈൻ പോകുന്നില്ല, വെളിച്ചമില്ല, വെള്ളമില്ല, യാത്രാ സൗകര്യമില്ല, എവിടെയാണ് ജനങ്ങൾ പോയി പരാതി പറയുക? CPMൻ്റെ ഓഫീസിലാണ്. അവരാണ് നിതാന്ത ജാഗ്രത പാലിച്ചുകൊണ്ട് ജനങ്ങളെ സേവിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പരാതികളൊക്കെ വരും. അത് കേൾക്കും, പരിഹരിക്കും, ജനതാല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. അങ്ങനെ പ്രവർത്തിച്ച ഒരു പാർട്ടിയാണ് CPIM. പക്ഷെ ഇപ്പൊ പറഞ്ഞല്ലോ ഒന്നിച്ച് കമ്മിറ്റിയിലൊക്കെ പ്രവർത്തിച്ചാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.